റീച്ച് ടു ദി അൺറീച്ച്ഡ്. ഈഡൻ ടി വിയുടെ സാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നാം ഈ ക്വാർട്ടറിൽ, ഈ അവസാനത്തെ ക്വാർട്ടറാണ് 2025. ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോശുവയുടെ പുസ്തകമാണ്. എനിക്ക് ഏറ്റവും പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് യോശുവയുടെ പുസ്തകമാണ്. മറ്റു പുസ്തകങ്ങളല്ല എന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. നാം കഴിഞ്ഞ ക്വാർട്ടറിൽ പഠിച്ച പുറപ്പാടിൻ്റെ ശരിക്കും ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മൾ യോശുവ പുസ്തകത്തിലുടനീളം പഠിക്കുന്നതും ആ സംഭവങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതായിട്ടും ദൈവം വീണ്ടും വീണ്ടും അവരെ പഠിപ്പിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് 4ാമത്തെ പാഠമാണ്. എല്ലാ സംഘർഷങ്ങൾക്കും പിന്നിലെ സംഘർഷം. യോശുവ എന്ന വാക്ക് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഹീബ്രു അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ അതിനെ ഏഷർ അല്ലെങ്കിൽ യഹോശുവ എന്നാണ് പറയുന്നത്. അതായത് യഹോവ എൻ്റെ രക്ഷകൻ എന്നർത്ഥം വരുന്നതായ ഒരു പദമാണ് യോശുവ. പിന്നീട് അത് ലാറ്റിൻ ഭാഷയിൽ വന്നപ്പോൾ ജീസസ് എന്ന പേര് വരുവാൻ ഇടയായ ഒരു പേരാണ് ജോഷുവ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ പാഠം എല്ലാ സംഘർഷങ്ങൾക്കും പിന്നിലെ സംഘർഷം എന്ന ഈ ആഴ്ചത്തെ പാഠത്തിലുടനീളം നാം പഠിക്കാനായിട്ട് പോകുന്നത്, നാം ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഈ കനാൻ ദേശം തന്നെ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ഈ കനാൻ ദേശം ദൈവം അവർക്ക് വാഗ്ദാനമായിട്ട് ഏകദേശം 430 മുതൽ 500 വർഷത്തിന് മുൻപ് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. അബ്രഹാമിൻ്റെ സന്തതി ഈ കനാൻ ദേശം അത് അവർ കൈയടക്കുമെന്നും അവരവിടെ ദൈവം അവിടെ കൊണ്ടെത്തിക്കുമെന്നും ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തിരുന്നു. തൻ്റെ വാഗ്ദത്ത നിവൃത്തി പ്രകാരം ദൈവം മോശയിലൂടെയും യോശുവയിലൂടെയും ജനത്തെ അവിടേക്ക് നയിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനപ്പാഠ വാക്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് യോശുവയുടെ പുസ്തകം 10ാമത്തെ അധ്യായം 14ാമത്തെ വചനമാണ്. യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസവും അല്ലെങ്കിൽ അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത് എന്ന വാക്യമാണ്. ഈ സംഭവം നമ്മെ പറഞ്ഞറിയിക്കുന്നത്, നാം കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുന്നത്തെ ആഴ്ച നമ്മളൊരു ഗിബയോന്യ ജനതയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഗിബയോന്യ ജനത, അതായത് യോശുവയെയും സംഘത്തെയും കബളിപ്പിച്ച് ദൈവത്തോട് യോശുവ 9:15 പറയുന്നു, ദൈവത്തോട് ആലോചന ചോദിക്കാതെ യോശുവ അവരോട് സഖ്യം ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കബളിപ്പിച്ച് അങ്ങനെ നേടിയ അനുഗ്രഹത്തിൽ അവരായിരുന്നപ്പോഴാണ് അവർക്ക് വിരോധമായിട്ട് അമ്മോര്യ രാജാക്കന്മാരല്ല, ഏകദേശം 5ഓളം വരുന്ന രാജാക്കന്മാർ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും അവരെന്ത് ചെയ്യാണ് യോശുവയോട് അഭയം ചോദിച്ചു വരുന്നതും. ഇത്രയും കബളിപ്പിച്ച നമ്മളാണെങ്കിൽ ഒരിക്കലും ഇവരെ സഹായിക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നിട്ട് പോലും അവർക്ക് വേണ്ടി യോശുവയും ഇസ്രായേൽ ജനവും യഹോവ തന്നെ ഇറങ്ങി വന്ന് അവിടെ യുദ്ധം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം ആ തെക്കേ കനാന്യ രാജ്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യാണ്, ദൈവം അവിടെ പിടിച്ചെടുക്കുകയാണ്. അവിടെ വലിയൊരു ഹെയിൽ സ്റ്റോൺ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വലിയ പാറക്കഷ്ണങ്ങൾ പോലെയുള്ള കൽമഴ ഉണ്ടാകുന്നതും കൽമഴ കാരണം ധാരാളം പേര് കൊല്ലപ്പെടുന്നതും അവിടെയാണ് ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടിട്ട് സൂര്യനും ചന്ദ്രനും നിൽക്കുന്നതായ ഒരവസ്ഥയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് പല നിരീശ്വരവാദികളും ഈ ഭാഗം എടുത്താണ് കൂടുതൽ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം അസാധ്യമാണെന്നും മറ്റ് ചില ചരിത്രകാർ പറയുന്നത് ഇത് ഒരു പൊയറ്റിക്കൽ ആയിട്ടുള്ളൊരു ഭാഷയാണ്, ഇതൊരു പദ്യം പോലെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അത് കുറച്ചു എക്സാജറേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എഴുതപ്പെട്ടതാണെന്നും, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ ടെക്നോളജിയെക്കുറിച്ച് ധാരണ ഇല്ലാതിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം BC-യിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് നോമൂൺ അല്ലെങ്കിൽ അമാവാസി അല്ലെങ്കിൽ പൗർണമിയൊക്കെ അത്രമാത്രം സയൻറ്റിഫിക്കൽ എവിഡൻസ് ഒന്നും അറിയാത്ത സമയമായതുകൊണ്ട് അവർക്കങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് എഴുതിയതാണെന്നും ഒക്കെ പലതരത്തിൽ അഭിപ്രായങ്ങളുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും
ദൈവം സൃഷ്ടിച്ച സൂര്യനെയും ചന്ദ്രനെയും നിർത്തണമെങ്കിൽ ദൈവത്തിന് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ അത് ഇങ്ങനെ ഒരു കബളിപ്പിച്ച ഒരു ജനത്തിനു വേണ്ടി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ കൃപയും ദൈവത്തിൻ്റെ കരുണയും അതെത്ര വലുതാണ് എന്നാണ് നമ്മളെ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. സോ ഈ ആഴ്ചയിലുടനീളം നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് യുദ്ധവീരനായ യഹോവ. അപ്പോൾ ദൈവം യുദ്ധം ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണോ? കുഞ്ഞുങ്ങളും സ്ത്രീകളും അല്ലെങ്കിൽ മൃഗങ്ങളും ഒക്കെ നശിച്ചു പോകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമാണോ യഹോവയായ ദൈവം? അപ്പോൾ മഹാകരുണയും ദയയും സ്നേഹവാനുമായ ആ ദൈവം എങ്ങനെ അതേസമയം യുദ്ധവീരനായി അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമായിരിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചയിലും ഇനി വരുന്ന ആഴ്ചയിലും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം പുറപ്പാട് 34:6 ഇവിടെ പറയുകയാണ്, യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാവണം ഈ കനാൻ ജനതയെ, അതായത് അവിടെ ഒരു ജാതികളും ശേഷിക്കാതെ വണ്ണം അവരെ അശേഷം നീക്കിയതിന് ശേഷമാണ്, ഒരു ശുദ്ധീകരണം ചെയ്തതിന് ശേഷമാണ് ഈ ജനത്തെ അവിടെ ആക്കുന്നത്. അതുകൊണ്ടാണ് നീ നിൽക്കുന്ന ഈ ദേശം ഇത് വിശുദ്ധമാകിയാൽ ചെരുപ്പ് ഊരി മാറ്റാനായിട്ട് യോശുവയോട് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ശുദ്ധീകരണ പ്രക്രിയയുടെ ഒരു ഭാഗം എന്ന വണ്ണം ചിലപ്പോൾ അവർ ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തെ വിശ്വസിച്ച് ഈ ഗിബയോന്യർ ജനത്തെ പോലെ ദൈവത്തെ അംഗീകരിച്ച് അല്ലെങ്കിൽ അവർ കബളിപ്പിച്ചിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ തന്ത്രം പ്രയോഗിച്ചിട്ടാണെങ്കിൽ പോലും ദൈവത്തെ അംഗീകരിക്കാനും ദൈവത്തിൻ്റെ ബലത്ത കരത്തിൽ അടങ്ങിയിരിക്കാനും അവർ സമ്മതിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ യുദ്ധങ്ങൾക്കും ഈ ചോരപ്പുഴയ്ക്കൊന്നും ചിലപ്പോൾ ഇടമുണ്ടാകില്ലായിരുന്നേനെ. സോ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് യഹോവ തന്നെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തതായിട്ട് യോശുവ തന്നെ പറയുന്നുണ്ട്. റാഹാബിൻ്റെ വായിൽ നിന്നും കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ എരികോ പട്ടണത്തിലെ ജനം വിറയൽ കൊണ്ടിരിക്കുകയാണ്. അത് യഹോവയെക്കുറിച്ചുള്ള ആ ഭയം അവരെ ഭരിച്ചിരുന്നതായിട്ടും അങ്ങനെ നമ്മൾ വിവിധ വേദഭാഗങ്ങളിൽ നിന്ന് യഹോവ തന്നെ ഇറങ്ങി യുദ്ധം ചെയ്തതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ എന്താണ് ഈ യുദ്ധം? എന്താണ് ഈ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം? ഈ അന്തിമമായ ഈ പോരാട്ടത്തിന് ഒരു അവസാനം ഉണ്ടോ? ഇത് എന്തിനാണ് നാം പഠിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഉണ്ടോ? എവിടെയാണ് ഈ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഉടലെടുത്തത്? ആരാണ് ഇതിൽ പങ്കെടുക്കുന്നവർ? എന്താണ് ദൈവത്തിൻ്റെ പങ്ക്? എന്താണ് നമ്മുടെ പങ്ക്? ഇതൊക്കെയും നമുക്ക് ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും പഠിക്കാവുന്നതാണ്. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ സൈന്യാധിപൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ രാജകുമാരൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യോശുവ 5:13 മുതൽ 15 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യോർദാൻ അവർ കടന്ന് ശരിക്കും ശത്രു ദേശത്ത് കാല് വെച്ച ആ സമയം എരികോ പട്ടണത്തിൻ്റെ അത്രയും വലിയ ആ ചുവര്, ദ വാൾ ഓഫ് ജെറിക്കോ അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ജനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ മിസ്രയീം ദേശത്ത് ദൈവം ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തതും അല്ലെങ്കിൽ അവരെ ദൈവം ബലത്തായ ഭുജം കൊണ്ട് അവരെ അവിടെ നിന്നും വിടുവിച്ച് കൊണ്ടുവന്നതും ചെങ്കടൽ കടന്നതുമായിട്ടുള്ള ഒരു അനുഭവം ജനത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്നും വന്നവരിൽ അല്ലെങ്കിൽ ആ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട് വന്നവരിൽ 2 പേര് മാത്രമാണ് ശേഷിച്ചിട്ടുണ്ടായിരുന്നത്, യോശുവയും കാലേബും. സോ ചെങ്കടൽ ദൈവം വിഭജിച്ചത് നേരിട്ട് കണ്ട വ്യക്തികളെന്ന് പറയുന്നത് യോശുവയും കാലേബും മാത്രം. ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിൽ ഈ 40 വർഷത്തിനിടയിൽ ജനിച്ചവരായിരുന്നു. സോ അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചതുപോലെ അവർക്ക് വീണ്ടും ഒരു അനുഭവം ദൈവം ചെങ്കടൽ വിഭജിച്ചതുപോലെ വളരെ സിമിലറായിട്ട് ഒരു അനുഭവം അവർക്ക് നൽകുന്നതാണ് യോർദാൻ നദി വിഭജിക്കുന്നതും. അവരെന്ത് ചെയ്യാണ്? യോർദാൻ നദി കടന്ന് അവർ എരികോ പട്ടണ വാതിൽക്കൽ വന്ന് നിൽക്കുന്നതും ആയിട്ടുള്ളൊരു സംഭവം. സോ ഇവിടെ വന്നപ്പോൾ ശരിക്കും യോശുവയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല.
കാരണം യോശുവയെ ദൈവം മോശയിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. മോശയുടെ ഏറ്റവും നല്ലൊരു ശിഷ്യത്വം സ്വീകരിച്ച വ്യക്തിയാണ് യോശുവ. മോശ ചെയ്തതൊക്കെ കണ്ട് പഠിച്ച വ്യക്തിയാണ്. മോശയുടെ ഓരോ അനുഭവത്തിലൂടെയും കടന്നു ചെന്ന വ്യക്തിയാണ്. സീനായി മലയിൽ ആ 40 രാവും പകലും മോശ ആയിരുന്നതുപോലെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹവും ഫാസ്റ്റിംഗ് തന്നെ ആയിരുന്നിരിക്കില്ലേ? സോ അത്രത്തോളം തൻ്റെ കൂടെ സന്തത സഹചാരിയായി നടന്നൊരു വ്യക്തിയാണ് യോശുവ. അതുകൊണ്ട് തന്നെ യോശുവയ്ക്ക് ദൈവത്തോടുള്ള ആ ഒരു അടുപ്പം അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതം തീർച്ചയായിട്ടും യോശുവയ്ക്ക് ഉണ്ടായിരുന്നിരിക്കും. നമ്മൾ നോക്കുമ്പോൾ എലൈജ അല്ലെങ്കിൽ ഏലിയാവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച എലീശ കൂടെ നടന്ന് എല്ലാം കണ്ടു പഠിച്ചു. ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും എലീശ പഠിച്ചായിരുന്നു. ആ എലീശ തന്നെ എന്ത് ചെയ്തു? ഏലിയാവിൽ നിന്നും 2 മടങ്ങാണ് അല്ലെ പോകുന്നതിന് മുന്നേ അദ്ദേഹം അത് മാത്രമാണ് ചോദിച്ചത്, എനിക്ക് എന്ത് വേണം? നിന്റെ ആത്മാവിൽ നിന്ന് 2 മടങ്ങ് കൂടുതൽ ദൈവത്തിൻ്റെ ശക്തിയാണ് അവിടെ എലീശ ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് മോശയുടെ ഏറ്റവും നല്ലൊരു ശിഷ്യനായിരുന്നു യോശുവ. ഇങ്ങനെ ഒരു വലിയൊരു സങ്കീർണമായ ഘട്ടത്തിൽ എത്തിയപ്പോൾ യോശുവ എന്ത് ചെയ്യാണ്? ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്, ദൈവത്തോട് ആലോചന ചോദിക്കാൻ പോവുകയാണ്. കാരണം ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധമുണ്ടോ? വലിയൊരു യുദ്ധം ചെയ്യാനുള്ള യാതൊരു തയ്യാറെടുപ്പും തന്നെ അവരുടെ കയ്യിലില്ല. അങ്ങനെ യോശുവ പാളയത്തിനപ്പുറത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ കാണുകയാണ് ഒരു വാളൂരി പിടിച്ച് നിൽക്കുന്ന ഒരു ദൂതനെയാണ് അവിടെ കാണുന്നത്. നമുക്ക് യോശുവ 5:14 വായിക്കുമ്പോൾ അതിന് മുൻപായിട്ട് 13 വായിക്കാം, സോറി. സോ യോശുവ എരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. എങ്ങനെയാണ്? സോ കയ്യിൽ ഒരു വാൾ ഊരി പിടിച്ചിട്ട് ഒരു വ്യക്തി അവിടെ നിൽക്കുന്നത് യോശുവ കാണുകയാണ്. ചിലപ്പോൾ ഈ ജനം കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? ഗേഹസിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇവിടെ മറ്റു ജനത്തിന് ചിലപ്പം കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. അതുപോലെ ഇവിടെ യോശുവ ആ വ്യക്തിയുടെ അടുക്ക ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരുടെ പക്ഷക്കാരനാണ്? ഞങ്ങളുടെ പക്ഷക്കാരനാണോ, അതോ ഇനി യെരിഹോ പട്ടണത്തിൻ്റെ വല്ല കമാൻഡറും ആണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ ദൂതൻ എന്താണ് പറയുന്നത്? നിന്റെ പക്ഷക്കാരനും അല്ല, അവൻ്റെ പക്ഷക്കാരനും അല്ല, ഇതൊന്നും അല്ല പറയുന്നത്. ഞാൻ ആരുടെ പക്ഷക്കാരനാണ്? ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും യോശുവയ്ക്ക് ആശ്വാസമായി. സോ യഹോവയിൽ നിന്നും ദൂതനെ അറിയിച്ച് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്ന് യോശുവ മനസ്സിലാക്കി. യോശുവ അവിടെ എന്ത് ചെയ്യാണ്? സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലും 7:13 നമ്മൾ നോക്കുമ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. സോ വിവിധ ഭാഗങ്ങളിൽ ദൈവം യഹോവയുടെ ദൂതനെ, അപ്പോൾ യഹോവയുടെ ദൂതൻ എന്ന് പറയുമ്പോൾ സാധാരണ ദൂതനെ ഒരിക്കലും സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയില്ല. കാരണം യോഹന്നാൻ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചപ്പോൾ അവിടെ പറയുന്നു, ഞാനൊരു ദൂതനാണ്. ഗബ്രിയേൽ ദൂതനെ ശരിക്കും ആരാധന മൂർത്തി ആയിരുന്നില്ല, അല്ലെങ്കിൽ ആരാധനാ പാത്രമല്ല ദൂതന്മാർ. പക്ഷെ ഇവിടെ കടന്നു വന്ന ആ ദൂതൻ എന്ന് പറയുന്നത് മിഖായേലായ യേശു ക്രിസ്തു തന്നെയാണ് അവിടെ കടന്നു വന്നത്. അതുകൊണ്ടാണ് അവിടെ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച സമയത്ത് അത് അരുത് എന്ന് തീർച്ചയായിട്ടും അവിടെ പറഞ്ഞിട്ടില്ല. സോ നമസ്കരിച്ച അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞ് യോശുവ അങ്ങനെ ചെയ്തു. സോ മോശയോട് ദൈവം എങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ, മുൾപടർപ്പിൽ എങ്ങനെയാണോ മോശയുടെ മുൻപിൽ ദൈവം പ്രത്യക്ഷമായത്, ഇവിടെ യോശുവയ്ക്ക് എങ്ങനെയാണ് പ്രത്യക്ഷമാകുന്നത്? ഒരു വാൾ ഊരി പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ദൂതനായിട്ട്, തലവനായിട്ട്, സൈന്യങ്ങളുടെ ഒക്കെയും സൈന്യാധിപനായിട്ടാണ് ഇവിടെ യഹോവ ദൈവം അല്ലെങ്കിൽ യേശു ക്രിസ്തു യോശുവയുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. സോ നമ്മുടെ ഏതൊരു പ്രതിസന്ധിയിലും, അത് മുൾപടർപ്പിലൂടെ ആവട്ടെ അല്ലെങ്കിൽ വാളേന്തിയ ഒരു ദൂതനായിട്ടാവട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ സംഘർഷങ്ങളിൽ തീർച്ചയായിട്ടും ദൈവം ഇടപെടും. പക്ഷെ ചിലപ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല.
നമുക്ക് കാണാൻ സാധിക്കാത്തത് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കാത്തത് കൊണ്ടാവാം. നമ്മുടെ മാനസിക കണ്ണുകൾ കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ദൂതനെ ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ പാപം നമ്മുടെ കണ്ണുകളെ മറച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു എങ്കിലും ഇല്ലെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവം നമ്മുടെ ഓരോ സംഘർഷത്തിലും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ദൈവം നേരിട്ടിറങ്ങി വന്ന് യെരിഹോ പട്ടണത്തിനെ എങ്ങനെ കീഴടക്കണമെന്ന് അവർക്കവിടെ കൽപ്പന കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ ഇവിടെ കടന്നു വന്ന ആ കർത്താവിൻ്റെ ആ ദൂതൻ എന്ന് പറയുന്നത് ആരാധന അവിടെ ആവശ്യപ്പെടുന്നതിലൂടെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ മിഖായേൽ 12:1 നമ്മൾ വായിക്കുമ്പോൾ മിഖായേൽ തന്നെ അവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. യോശുവയ്ക്ക് വളരെ ആശ്വാസകരമായി തീർന്നു. ദൈവം തന്നെയാണ് പ്രവർത്തനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തത്. ഇസ്രായേലിൻ്റെ ദൃശ്യ സൈന്യാധിപൻ എന്ന നിലയിൽ യോശുവ യഥാർത്ഥ സൈന്യാധിപൻ്റെ കൽപ്പനകൾ മാത്രമേ അനുസരിക്കേണ്ടതായിട്ടുള്ളൂ, അതായത് ദൈവത്തിൻ്റെ മാത്രം. സോ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കായി അല്ലെങ്കിൽ ദൈവം എന്താണ് പറയുന്നത് എന്ന് നമ്മൾ കേൾക്കുവാൻ നമുക്ക് നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിക്കും ഒരു മോണോലോഗ്, ഡയലോഗ് അല്ല. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ എന്നെ കാത്തോളണേ, എൻ്റെ കുടുംബത്തെ കാത്തോളണേ, എൻ്റെ മക്കളെ കാത്തോളണേ. ഇങ്ങനെ നമ്മൾ ദൈവത്തിന് അസൈൻമെൻറ്റ് കൊടുക്കുന്നവരാണ്. ദൈവത്തിന് എന്താണ് നമ്മോട് പറയാനുള്ളത് എന്ന് അറിയാൻ നമ്മൾ ശരിക്കും കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മുടെ തീരുമാനങ്ങളല്ല, നമ്മളെപ്പോഴും നമ്മളൊരു തീരുമാനം എടുത്തിട്ട് ഇതിങ്ങനെ ഞാൻ ചെയ്യാൻ പോകുന്നു എന്നൊരു അറിയിപ്പാണ് സാധാരണ കൊടുക്കുന്നത്. അറിയിപ്പല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്ന് നമ്മൾ ആരാഞ്ഞറിഞ്ഞ് ആ ഹിതത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സംഘർഷങ്ങളിലും ദൈവം നമ്മോട് കൂടെ നിൽക്കും. ദൈവം അല്ലെങ്കിൽ യഹോവയായ ദൈവം, യുദ്ധവീരനായ ദൈവം തന്നെ നമ്മുടെ യുദ്ധങ്ങളെ ഒക്കെയും നമുക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സോ കർത്താവിൻ്റെ സൈന്യത്തിൻ്റെ സേനാധിപൻ തൻ്റെ ജനത്തെ പ്രതിരോധിക്കുന്നതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് എന്ത് ആശ്വാസമാണ് ലഭിക്കുന്നത്? ഇങ്ങനെ ഒരു ആശ്വാസമാണ് യോശുവയ്ക്ക് ലഭിച്ച അതേ ആശ്വാസമാണ് നമുക്കും ദൈവം നൽകുന്നത്. നമ്മുടെ ഏതൊരു പ്രയാസമാകട്ടെ, എന്തൊരു സംഘർഷമാകട്ടെ, എന്ത് തന്നെ പ്രതികൂലങ്ങളാകട്ടെ, ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ പ്രതികൂലമായി ആര് നിൽക്കും? തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ യുദ്ധം സ്വർഗത്തിൽ അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ അടയാളമാണ്. അശുദ്ധമായതൊന്നും അവിടെ നിന്ന് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇവിടെ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ, യുദ്ധം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല, പക്ഷെ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ സ്വർഗത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മളെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നു. സോ യുദ്ധം ഒരു വലിയ സംഘട്ടനത്തിൻ്റെ ഭാഗമാണെന്ന് യോശുവയ്ക്ക് ഇവിടെ മനസ്സിലായി. സോ ദൈവം തന്നെ ഉൾപ്പെട്ട പല സംഘർഷങ്ങളും നമുക്ക് ബൈബിളിൽ നിന്നും പരിശോധിക്കാവുന്നതാണ്. ദ ഗ്രേറ്റ് കോൺട്രവേഴ്സി, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, ദൈവവും അല്ലെങ്കിൽ സാത്താനും തമ്മിലുള്ള വൻ പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പാടിൻ്റെ പുസ്തകം 12 നമുക്ക് വായിക്കുമ്പോൾ 7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് അവിടെ കാണാവുന്നതാണ്. പഴയ സർപ്പത്തെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നു. യെശയ്യാവ് 14:12 മുതൽ 14 വരെ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യെഹെസ്കേൽ 28:11 മുതൽ 19 വരെ വായിക്കുമ്പോഴും അവിടെയും വളരെ സമാന്തരമായ ഒരു സംഭവം നമുക്കവിടെ കാണാം. ദാനിയേൽ 10:12 മുതൽ 14 വരെ വായിക്കുമ്പോഴും അവിടെയും ഒരു ഇടപെടൽ, ഒരു നെഗറ്റീവ് വൈബ്രേഷൻ, ഒരു നെഗറ്റീവ് ഇടപെടൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ യെശയ്യാവ് 14:12 ഇങ്ങനെ പറയുന്നു: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു എന്നിങ്ങനെ ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ പലപ്പോഴും നമുക്കതൊരു കൺഫ്യൂഷൻ ഇടയാവാം. കാരണം ഇവിടെ പലപ്പോഴും ബാബിലോൺ രാജാവെന്നും ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ബാബിലോൺ രാജാവെന്നും സോറിൻ്റെ രാജാവ്, പാർസി, ദാനിയേലിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പാർസി രാജാവെന്നും ഒക്കെ ഇവിടെ വ്യത്യസ്തമായ പേരുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ
ശരിക്കും ഈ മാനുഷികമായ രാജാക്കന്മാരെ അല്ല ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ചില വ്യാഖ്യാതാക്കൾ യെശയ്യാവ് 14 യെഹെസ്കേൽ 28 എന്നീ അധ്യായങ്ങളിലെ ഈ അർത്ഥം ശരിക്കും ബാബിലോൺ രാജാവാണെന്നും സോറിലെ രാജാവെന്നും ഭരണാധികാരിയാണെന്നും അല്ലെങ്കിൽ പാർസി രാജാവാണെന്നൊക്കെ ശരിക്കും അതിനെ വളരെ പരിമിതപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശരിക്കും യെശയ്യാവും യെഹെസ്കേലും ഒരു വലിയൊരു സംഘട്ടനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലൂസിഫർ, അരുണോദയ പുത്രനായ ശുക്ര അല്ലെ. ദൈവം സൃഷ്ടിച്ചത് ശരിക്കും സാത്താനായിട്ടാണോ ദൈവം സൃഷ്ടിച്ചത്? ദൈവം തീർച്ചയായിട്ടും അഡോൾഫ് ഹിറ്റ്ലറിനെയോ അല്ലെങ്കിൽ ഒസാമ ബിൻ ലാഡനെയോ അങ്ങനെ ആരെങ്കിലും വളരെ ദുഷ്ട സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് തീർച്ചയായിട്ടും ദൈവം അവരെ സൃഷ്ടിച്ചതല്ല. അത് അവരുടെ തെരഞ്ഞെടുപ്പാണ് അല്ലെ. ഒരിക്കലും ദൈവം ഒരു ക്രൂരനായ വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ മനുഷ്യനെ തിന്നുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ കടിച്ചു കീറുന്ന സിംഹത്തെയോ പുലിയോ അല്ല ദൈവം സൃഷ്ടിച്ചത് അല്ലെ. ദൈവം എല്ലാം പൂർണ്ണതയിൽ ചെയ്യുന്ന ദൈവമാണ്. ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഇതൊക്കെയും അവരുടെ തെരഞ്ഞെടുപ്പായിരുന്നു. ലൂസിഫർ സാത്താനായി മാറിയത് എന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സാത്താൻ്റെ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ തീരുമാനമായിരുന്നു. ദ പവർ ഓഫ് ചോയ്സ്. നന്മ തിന്മകൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിരുന്നു. അതുകൊണ്ട് അഡോൾഫ് ഹിറ്റ്ലറായി മാറാൻ ആ വ്യക്തി തീരുമാനിച്ചുവെങ്കിൽ അതിന് ഒരിക്കലും അത് തടസ്സം ചെയ്യുവാൻ അല്ലെങ്കിൽ അവൻ്റെ ആ തീരുമാനത്തെ ദൈവം മാനിച്ചിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. സോ നമ്മുടെ ഓരോ തീരുമാനങ്ങളും നാം നന്മ തിരഞ്ഞെടുക്കുന്നതും തിന്മ തിരഞ്ഞെടുക്കുന്നതും ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം നാം തക്ക രീതിയിൽ വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് നമ്മൾ ഈ ചരിത്രത്തിലുടനീളം നമ്മൾ പഠിക്കുന്നത്. ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ അതിനായിട്ട് അപേക്ഷിക്കണം. ദൈവമേ, നല്ലത് തീരുമാനിക്കുവാൻ, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയിലും ഉപവാസത്തിലും വേദ പഠന വായനയിലൂടെ ഒക്കെ മാത്രമേ നമുക്ക് ദൈവഹിതം എന്തെന്ന് കണ്ടെത്തി അതനുസരിച്ച് തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വന്തം ബുദ്ധിയിൽ സ്വന്തം വിവേകത്തിൽ നമ്മൾ ഊന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വഴികൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യും? നല്ല ചൊവ്വായി തോന്നും. പക്ഷെ അതിൻ്റെ ഒക്കെ അവസാനം മരണ വഴികളായി മാറും എന്നാണ് ദൈവം നമ്മളെ ഓരോ സംഭവത്തിലൂടെയും ഓരോ സംഘടനകളിലൂടെയും ദൈവം നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിച്ചറിയുന്നതായ ദ വൻ പോരാട്ടം, ദ ഗ്രേറ്റ് കോൺട്രവേഴ്സിയുടെ ഭാഗമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ദാനിയേലിൻ്റെ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വളരെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഭാഗമുണ്ട്. ദാനിയേൽ വളരെ വിഷമത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുകയാണ്. അതായത് തൻ്റെ ഈ ജനത്തിന് എന്നാണ് വിടുതലുണ്ടാകുന്നത്, എന്നാണ് ഇവർക്ക് രക്ഷാ പദ്ധതി തുറക്കുന്നതെന്നുള്ള ഒരു ആവലാതിയിൽ ദാനിയേൽ അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ 12-ന്റെ ഭാഗത്ത് വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേല് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൂതൻ അവിടെ ദാനിയേലിനോട് സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട, നീ തിരിച്ച് അറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കും. ദാനിയേല് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ശരിക്കും ദാനിയേലിൻ്റെ ഉത്തരം അവിടെ റെഡിയാണ്. ദൈവം അപ്പോൾ തന്നെ ദാനിയേലിൻ്റെ ഉത്തരം അയച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ സാത്താൻ്റെ വലിയൊരു ഇടപെടലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പൈശാചികൻ തന്നെയാണ് അവിടെ എന്ത് ചെയ്യാണ്? ആ ഉത്തരം നമ്മുടെ അടുക്കൽ എത്തുവാൻ സമ്മതിക്കാതെ വണ്ണം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാം. സോ നമ്മുടെ ജീവിതത്തിലും അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രാർത്ഥനയോടെ ആയിരിക്കണം. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു നിർത്തുവാൻ പൈശാചികന് കഴിഞ്ഞുവെങ്കിൽ അല്ലെങ്കിൽ അതിന് ശ്രമിച്ചുവെങ്കിൽ നമ്മളൊക്കെ എത്ര പാപികളായ നമ്മുടെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയാണ് മറുപടി കിട്ടേണ്ടത്, അല്ലെങ്കിൽ എത്ര നമ്മൾ പേഷ്യൻസോടെ അല്ലെ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെയും നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 14-ന്റെ 12 അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം അല്ലെ, ശരിക്കും യുദ്ധങ്ങളും ഈ സംഘർഷങ്ങളും ഒക്കെ കണ്ടുപിടിച്ചത് സാത്താൻ തന്നെയാണ്
അല്ലെ, അവനൊരു രാജകുമാരനായിട്ട്, അല്ലെങ്കിൽ അവൻ എത്ര ഭംഗിയോടെ, എത്ര ബുദ്ധിയോടെ, എത്ര വിശേഷമായിട്ടാണ് ദൈവം അവിടെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ അത് തുടർന്ന് വായിക്കുക. യെഹെസ്കേൽ 28:12 മുതൽ 15 വരെ വായിക്കുമ്പോൾ എങ്ങനെയാണ് ലൂസിഫറിനെ ദൈവം, ശരിക്കും ലൂസിഫറിനെ സാത്താനായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്, പിന്നെയോ അരുണോദയ പുത്രനായ ശുക്ര, അല്ലെ, യേശുക്രിസ്തു മോർണിംഗ് സ്റ്റാർ ആണെങ്കിൽ അതുപോലെ അതിൽ നിന്നും ഒരല്പം ചിലപ്പോൾ താണായിരിക്കാം അരുണോദയ പുത്രനായ ശുക്രനായിട്ട് ദൈവം സൃഷ്ടിച്ച ആ വ്യക്തി എങ്ങനെയാണ് ഇങ്ങനെ മാറിയത്? സോ നമുക്കും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടോ? സോ യെശയ്യാവ് 14-ലും യെഹെസ്കേൽ 28-ലും പിന്നെ നമ്മൾ തുടർന്ന് ദാനിയേലിന്റെ ഭാഗത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ ആ മത്സരം, ദൈവവുമായിട്ട് മത്സരിച്ച് നിൽക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് അവൻ്റെ എയിം, ആരാധനയാണ് അവൻ്റെ ലക്ഷ്യം. ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും സ്തുതിയും ആരാധനയും തനിക്ക് വേണം എന്ന ആഗ്രഹമാണ് സാത്താനാക്കി മാറ്റിയ ഘടകം എന്ന് പറയുന്നത്. സോ നമ്മുടെ ജീവിതത്തിലും ചില അവസരങ്ങളിൽ നമ്മൾ സാത്താന് ചിലപ്പോൾ ഇടം നൽകാറുണ്ട്. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതങ്ങളെ വിശകലനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവവും സാത്താനും തമ്മിലുള്ള മഹത്തായ സംഘട്ടനത്തിൻ്റെയും നന്മയും തിന്മയും തമ്മിലുള്ള ഭൂമിയിലെ വെളിപ്പെടുത്തലുകളായും നാം അവയെ അംഗീകരിക്കേണ്ടതുണ്ട്. ആത്യന്തികമായി ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ഒരു വീഴ്ച ഭവിച്ച ലോകത്തിൽ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അവസാനം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിനൊടുവിൽ തീർച്ചയായും നന്മയ്ക്ക് തന്നെ വിജയം ഉണ്ടാകും എന്നാണ് ഈ യുദ്ധങ്ങളിലൂടെ ഒക്കെയും ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. സോ സാത്താൻ എന്ത് ചെയ്യാണ്? അവൻ്റെ മത്സരം പരാജയപ്പെട്ടെങ്കിലും അവൻ എന്ത് ചെയ്യാണ്? ഇന്നും അന്നു മുതൽ സ്വർഗത്തിൽ അവൻ്റെ ആ യുദ്ധം പരാജയപ്പെട്ടെങ്കിലും അവൻ ഇന്നും എന്ത് ചെയ്യാണ്? ആ യുദ്ധത്തിന്, ഇനിയും വരാൻ പോകുന്ന വലിയൊരു യുദ്ധത്തിൻ്റെ സജ്ജീകരണത്തിലാണ്, അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ സാത്താൻ സമയം ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഭൂമിയെ കീഴടക്കിയ സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: മനുഷ്യവംശത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി എന്ത് ചെയ്യുക? പരാജയപ്പെടുത്തുക, പറ്റുന്നിടത്തോളം താമസിപ്പിക്കുക, മനുഷ്യനെ മാനസാന്തരപ്പെടാൻ അനുവദിക്കാതിരിക്കുക, പാപം ചെയ്യാനുള്ള എല്ലാ വഴികളും തുറന്നിടുക. സാത്താൻ്റെ കയ്യിൽ ഒരു മാഗ്നിഫൈങ് ലെൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ പോലും സാത്താൻ എന്ത് ചെയ്യുന്നറിയാവോ? ആ മാഗ്നിഫൈഡ് ലെൻസ് ഉപയോഗിച്ച് അതിനെ എക്സാജറേറ്റ് ചെയ്ത് മാഗ്നിഫൈ ചെയ്ത് അതിനെ വലുതാക്കി കാണിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഹവ്വ പറയുന്നത്, ഹവ്വയോട് ചിലപ്പോൾ അതേ ലെൻസ് ഉപയോഗിച്ച് ആ വൃക്ഷഫലത്തെ ചിലപ്പോൾ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാവും ഹവ്വ പറഞ്ഞത്, ഇത് കാണാൻ വളരെ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും അല്ലേ, അല്ലെങ്കിൽ ജ്ഞാനം പ്രാപിക്കാൻ അഭികാമ്യവും എന്നവിടെ ഹവ്വ പറയുന്നതാണ്. ഹവ്വയ്ക്ക് അത് ആ പഴം കഴിച്ച് ഒരു പരിചയവും ഇല്ല, അത് കയ്യിലെടുത്തും പരിചയമില്ല, കണ്ടും പരിചയമില്ല. പക്ഷെ എന്നിട്ടും അതുപോലെയാണ് സാത്താൻ പലപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങളും, പാപം എന്ന ആ രുചി, അത് രുചിച്ചറിയുവാൻ ചെറിയ ചെറിയ രുചിയിലൂടെ വലിയ വലിയ രുചിയിലേക്ക് കടക്കുക, അല്ലെ, ചെറിയ ചെറിയ ഡ്രഗ്സിലൂടെ വലിയ വലിയ ഡ്രഗ്സിലേക്ക് കിടക്കുക, ചെറിയ ചെറിയ തെറ്റിലൂടെ വലിയ വലിയ തെറ്റിലേക്ക് കിടക്കുക. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റാണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ വലിയ വലിയ തെറ്റുകളാകാം. സോ ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് വഴി നടത്താൻ സാത്താൻ വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഭൂമിയെ എന്ത് ചെയ്യണം? മനുഷ്യ വംശത്തെ എന്ത് ചെയ്യണം? ദൈവം രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് സാത്താന് ഉള്ളത്. സോ ഈ നമുക്ക് ചുറ്റുമുള്ള ലോകത്തും നമ്മുടെ സ്വന്തം ജീവിതത്തിലും നന്മയും തിന്മയും തമ്മിലുള്ള ഈ പ്രപഞ്ച പോരാട്ടത്തിൻ്റെ യാഥാർത്ഥ്യം നാം കാണുന്ന വഴികൾ എന്തൊക്കെയാണ്? സോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഈ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നാം ആരുടെ പക്ഷത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ഒരു യോദ്ധാവാണ്. അതായത് പുറപ്പാട് 15:3, സങ്കീർത്തനം 24:8 നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം തന്നെ യുദ്ധവീരനായ ദൈവം, യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവൻ്റെ നാമം എന്ന് പുറപ്പാട് 15:3 നിന്നും നമുക്ക് വായിക്കാവുന്നതാണ്. സോ ദൈവം തന്നെ ആയിരുന്നു അവിടെ യുദ്ധം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും ശക്തനായ പോരാളി
സാത്താൻ വലിയൊരു പോരാളി ആയിരുന്നിരിക്കാം, പക്ഷേ സാത്താനെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ലൂസിഫറിനെ സൃഷ്ടിച്ചതായ ദൈവം എത്ര വലിയ മഹത്തായ പോരാളിയായിരുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. സോ യഹോവ, യുദ്ധവീരനായ യഹോവ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എന്നാൽ ആരോടായിരുന്നു ദൈവത്തിൻ്റെ ഈ യുദ്ധം എന്ന് പറയുന്നത്? നമുക്ക് പുറപ്പാട് 12:12 പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവം അവിടെ ആ മഹാബാധകൾ വരുത്തിയത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും മാത്രമല്ല. നമുക്ക് പുറപ്പാട് 12:12 അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും, മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും എന്നവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കാരണം മിസ്രൈമിലെ അവരുടെ ആ ദീർഘകാല ആ വാസത്തിനിടയിൽ അവര് പലപ്പോഴായിട്ട് ദൈവത്തെ മറന്നു തുടങ്ങിയിരുന്നു, ആരാധന മറന്നു തുടങ്ങിയിരുന്നു, അബ്രഹാമിനെ മറന്നു, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് മറന്നു തുടങ്ങിയ ആ സമയം. അപ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? നമുക്ക് പുറപ്പാട് 2:23 മുതൽ താഴോട്ട് 25 വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. അതായത് യാക്കോബിനെയും അല്ലെങ്കിൽ യോസേഫിനെയൊക്കെ അറിയാവുന്നതായ ആ ഫറവോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾക്ക് എന്താണ്? അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. സോ ദൈവം അവിടെ അവരെ അറിയുകയാണ് ചെയ്യുന്നത്. സോ അവരുടെ ആ നെടുവീർപ്പ്, അവരുടെ ആ കണ്ണുനീര്, അവരുടെ പ്രയാസം, അവരുടെ അടിമ വേല, ആ നിലവിളി കേട്ടു, കണ്ടു എന്നൊക്കെ നമുക്ക് വീണ്ടും തുടർന്ന് നമുക്ക് കാണാനായിട്ട് യഹോവ അവരുടെ നിലവിളി കേട്ടു എന്നും കണ്ടെന്നും നമുക്ക് വീണ്ടും വീണ്ടും അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇവിടെ അവർക്ക് വേണ്ടി ഇറങ്ങി പോരാടുന്നത് യുദ്ധവീരനായ യഹോവ തന്നെ ആയിരുന്നു. ശരിക്കും അത് ഫറവോനെതിരായിട്ടോ അല്ലെങ്കിൽ മനുഷ്യർക്കെതിരായിട്ടോ മൃഗങ്ങൾക്കെതിരായിട്ടോ ഉള്ള പോരാട്ടമായിരുന്നില്ല. അവരുടെ വിശ്വാസങ്ങൾക്ക്, അവരുടെ അന്ധവിശ്വാസങ്ങൾക്ക്, അവരുടെ ഈ അന്യ ദേവന്മാർക്ക് വിരോധമായി, വിഗ്രഹാരാധനയ്ക്ക് വിരോധമായിട്ടുള്ള വലിയൊരു പോരാട്ടമായിരുന്നു നാം അവിടെ കണ്ടത്. പുറപ്പാട് 12:12 ആവർത്തനം 32:17 നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ ബാധകളെ ഒക്കെയും ദൈവം അവിടെ അയച്ചത് ആ ദേവന്മാർക്കെതിരെയായിരുന്നു. നമുക്ക് യോശുവയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ മനപ്പാഠവാക്യത്തിൽ വായിച്ചതുപോലെ അവിടെ സൂര്യനെയും ചന്ദ്രനെയും അവിടെ നിൽക്ക എന്ന് വളരെ ഉച്ചത്തിൽ യോശുവ പറയുന്നതും ആ അമോര്യർ അല്ലെങ്കിൽ ആ കനാന്യർക്കും അവർക്കും ഇതേ വിശ്വാസം തന്നെയായിരുന്നു. പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന ജനം. ഈ പ്രകൃതി ശക്തികൾക്കൊക്കെ ഉപരി ഒരു ദൈവമുണ്ട്, പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള ഒരു യഹോവയായ ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് അവർ മനസ്സിലാക്കുവാനായിട്ടായിരുന്നു ഈ 10 ബാധകളും. ഈ യുദ്ധങ്ങളിലുടനീളം അല്ലെ, കൽമഴയൊക്കെ പെയ്ച്ച് ആ യുദ്ധം യഹോവ നടത്തിയെങ്കിൽ യഹോവയ്ക്ക് ആ പ്രകൃതിയിന്മേലുള്ള അധികാരം, യോർദാൻ നദി 2ആയി പിളർന്നു, ചെങ്കടൽ 2ആയി പിളർന്നു അല്ലെ, സൂര്യൻ ചന്ദ്രനെ നിർത്തുക, പിന്നെന്താണ് ബാധകൾ അല്ലെ, പേന്, അങ്ങനെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം വെള്ളം രക്തമായി മാറുന്നു. പ്രകൃതി ശക്തികളുടെ മേൽ ശക്തിയുള്ള, അധികാരമുള്ള ശക്തനായ ദൈവത്തിൻ്റെ ബലത്തായ ഭുജം അവിടെ ജാതികൾ കാണുവാൻ തക്കവണ്ണം ദൈവം അവിടെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധവീരനായ ദൈവം യുദ്ധം ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാം. സോ ദൈവം ഭൂമിയിൽ നിന്ന് തിന്മ തുടച്ചു നീക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് സാത്താന്റെ പക്ഷം ചേരാൻ തീരുമാനിച്ചവരെ അവൻ കനാൻ ദേശത്ത് നിന്ന് പുറത്താക്കുകയും അവന്റെ പക്ഷം ചേരുന്ന ആളുകൾക്ക് ആ ദേശം എന്താണ് തൻ്റെ വാഗ്ദത്ത പ്രകാരം നൽകുവാൻ തക്കവണ്ണം ദൈവം തയ്യാറായിരുന്നു. ചിലപ്പോൾ ആ കനാൻ ദേശം ഒരു യുദ്ധമൊന്നും കൂടാതെ തന്നെ ദൈവത്തിന് ചിലപ്പം ഈസി ആയിട്ട് അല്ലെ അവർക്ക് കൊടുക്കാമായിരുന്നു. ആദാമിനെയും ഹവ്വയും സൃഷ്ടിച്ചതിന് മുമ്പ് തന്നെ ഈ സകല സർവ്വചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് ആദാമിനെയും ഹവ്വയും ദൈവം സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ദൈവത്തിന് കനാൻ ദേശം ഇൻസ്റ്റൻ്റായിട്ട് റെഡിമെയ്ഡായിട്ട് വേണമെങ്കിൽ ഈ ജനത്തിന് നൽകാമായിരുന്നു. അത് ദൈവത്തിന് അസാധ്യമായ കാര്യമല്ല. ചിലപ്പോൾ കനാൻ ദേശത്തിലുള്ള ദേശനിവാസികൾ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തിരുന്നിരിക്കാം, ഇവർക്ക് നിങ്ങൾ ഈ ദേശം വെച്ചോളൂ എന്ന് ചിലപ്പോൾ അവർ കൊടുക്കുവാൻ
ചിലപ്പോൾ ഇടയായിരുന്നിരിക്കാം. പക്ഷേ ഈ ഇസ്രായേൽ ജനവും അറിയണമായിരുന്നു യഹോവയ ദൈവം ആരെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തെന്നും ദൈവത്തിൻ്റെ ശക്തി എന്തെന്നും അവർ മനസ്സിലാക്കണമായിരുന്നു. അവരുടെ അവിശ്വാസം മാറണമായിരുന്നു. ദൈവത്തിൽ അവരുടെ ആശ്രയവും വിശ്വാസവും വർദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഈ യുദ്ധങ്ങളിലൂടെ ഒക്കെ അവരെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചത്. ഈ അത്ഭുതങ്ങളിലൂടെ അവരെ വീണ്ടും വീണ്ടും ദൈവം പഠിപ്പിച്ചു. കാരണം യോശുവയും കാലേബും ഒഴികെ ബാക്കി ജനം ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും യെരിഹോ പട്ടണത്തെ തകർക്കുന്ന ആ ഒരു അനുഭവം, യോർദാൻ നദി കടക്കുന്ന അനുഭവം വീണ്ടും വീണ്ടും ദൈവം അവർക്ക് സ്മാരകങ്ങൾ നൽകുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ പ്രതീകങ്ങൾ, അത്ഭുതങ്ങൾ, ആ സ്മാരകങ്ങളൊക്കെ അവർക്ക് വീണ്ടും വീണ്ടും കൊടുത്ത് അവർ തീർച്ചയായിട്ടും ദൈവത്തെ മറക്കാതിരിക്കുവാൻ, ദൈവത്തെ മറുതലിക്കാതിരിക്കുവാൻ, പെറുപിറുക്കാതിരിക്കുവാൻ ദൈവം ഓരോ അവസരത്തിലും അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്നും ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നും ആ യുദ്ധം തുടരുകയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ആ വൻ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ്? കൂടുമ്പോൾ ഇൻപമായിരിക്കേണ്ട കുടുംബങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളും കൂട്ടിമുട്ടലുകളും ഒക്കെ നടക്കുന്നത്. സാത്താൻ്റെ ഒരു വലിയൊരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് കുടുംബങ്ങളാണിപ്പോൾ. കുടുംബങ്ങൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, നമ്മൾ ഒരു 2 പേര് കൂടുന്നിടത്തൊക്കെ സാത്താൻ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ സാത്താനും അവിടെ ഓടിയെത്തുന്ന ഒരു അവസ്ഥ അല്ലെ. സംസാരത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുടുംബങ്ങളിൽ പ്രശ്നം, സംശയം ജനിപ്പിക്കുക, ഞാനെന്ന ഭാവം കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് ക്ഷമിക്കാത്തൊരു അവസ്ഥയിലേക്കാണ്. ഇങ്ങനെ പല തരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ എന്ന പേരിൽ പൈശാചികൻ നമ്മുടെ ജീവിതത്തിലും വലിയൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തുടരുന്നത് നമുക്ക് കാണാം. പക്ഷെ എന്നാലും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നതായ കാര്യം, യുദ്ധവീരനായ ദൈവം, ഏറ്റവും ശക്തനായ പോരാളി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യഹോവ എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാത്താന് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും ഉണ്ടാകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ വൻ വിവാദത്തിൻ്റെ യാഥാർത്ഥ്യം 2 വശങ്ങളിൽ ഒന്നിനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഏത് പക്ഷത്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒന്നെങ്കിൽ നന്മ അല്ലെങ്കിൽ തിന്മ, അല്ലേ? ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സാത്താൻ്റെ ഭാഗത്ത്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു മിഡിലാണ്. ശരിക്കും അങ്ങനെ ഒരു ഭാഗം ഉണ്ടോ? ഒന്നെങ്കിൽ നന്മ അല്ലെങ്കിൽ തിന്മ, ഒന്നെങ്കിൽ വലതു ഭാഗത്ത് അല്ലെങ്കിൽ ഇടതു ഭാഗത്ത്. ഇതിന് നടുവിലൊരു ഭാഗം ഇല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഭാഗത്താണോ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്തും അല്ല, സാത്താൻ്റെ ഭാഗത്താണോ എന്ന് ചോദിച്ചാൽ സാത്താൻ്റെ ഭാഗത്തും അല്ല. അങ്ങനെ ഒരു അതാണ് നമ്മൾ ലവോദിക്യ സഭയുടെ ആ ഒരു അവസ്ഥ. ഉഷ്ണവാനും അല്ല, ശീതവാനും അല്ല, അല്ലെ? ശീതോഷ്ണവാനായി തുടരുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉമിണ്ണ് കളയും എന്നുള്ളതിൽ സംശയമില്ല. നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പോരാടും. ഇത് മോശയുടെ വാക്കുകളാണ്. പുറപ്പാട് പുസ്തകം 14-ന്റെ 13-ഉം 14-ഉം 25-ഉം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ 13-ല് അതിന് മോശ ജനത്തോട്, ഇത് ചെങ്കടലിൻ്റെ മുൻപിൽ വന്നിങ്ങനെ വേറെ ഇനിയൊന്നുമില്ല, തീർന്നു, ഇതോടെ തീർന്നു, ഒന്നെങ്കിൽ ചെങ്കടൽ അല്ലെങ്കിൽ ഫറവോന്റെ സൈന്യത്തിൻ്റെ ഇരയാകുക എന്നുള്ള ഒരു ഭാഗമാണിത്. 14-ാമത്തെ അധ്യായം 13 പറയുന്നു. അപ്പോഴാണ് മോശെ അവരോട് പറയുന്നതായ ഒരു കാര്യം. അതിനെ മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പം അവിടെ പറഞ്ഞ ഒരേ ഒരു കാര്യം, ജനം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത്. മിണ്ടാതിരുന്ന് യഹോവ ചെയ്യാൻ പോകുന്ന വലിയ രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ എന്നാണ് ഇവിടെ ദൈവം ജനത്തോട് പറയുന്നതായ ഒരു ആഹ്വാനം. സോ ജനം അവിശ്വാസമില്ലാത്തവരായിരുന്നുവെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചിരുന്നുവെങ്കിൽ അവർക്കൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു.
അവർ വെറുതെ സ്തുതിച്ച് ദൈവത്തെ വിശ്വസിച്ച് മിണ്ടാതിരുന്നാൽ മാത്രം മതിയായിരുന്നു. ഇസ്രായേലിന് യുദ്ധം ചെയ്യേണ്ടി വരില്ലായിരുന്നു. കാരണം യുദ്ധം കണ്ടവർ പേടിച്ചോടും. കാരണം അവർ യുദ്ധം ചെയ്ത ഒരു പരിചയവുമില്ല. അതുകൊണ്ടാണ് ദൈവം ഈ വഴി തിരഞ്ഞെടുത്തത് തന്നെ. കാരണം യുദ്ധം ഇനി ഫിലിസ്തീനയുടെ ദേശത്തൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർ യുദ്ധം കണ്ട് പേടിക്കും, അവർ യുദ്ധം ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നില്ല യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്ത് കനാൻ ദേശത്തെ നേടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെ ആയിരുന്നില്ല. ദൈവത്തിന് തീർച്ചയായിട്ടും ആ മാനുഷിക മാർഗങ്ങളിലൂടെ കനാൻ കീഴടക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ ആദിമ പദ്ധതി. അതാണ് നമ്മൾ പുറപ്പാട് 23:28 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. 23:28 നിന്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെയും കനാന്യനെയും ഹിത്യനെയും ഓടിച്ചു കളവാൻ ഞാൻ നിനക്ക് മുമ്പായി കടന്നലിനെ അയക്കും. സോ ഇവരവിടെ കടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവിടെ ഒരു ശുദ്ധീകരണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാം. ഇത് തീർച്ചയായിട്ടും ദൈവത്തിന് അവരെ തുടച്ച് നീക്കി ഇവരെ അവിടെ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെഡിമെയ്ഡായിട്ട് അവിടെ കൊണ്ട് സ്ഥാപിക്കാമായിരുന്നു. പക്ഷേ അതിന് കാരണം ഇവരുടെ അവിശ്വാസം, ഇവരൊക്കെ ആശ്രയിക്കാനുള്ള മടി, ഇവരുടെ പഴയ മനുഷ്യൻ ചത്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോഴപ്പോഴും പഴയ മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് വരും, പെറുപിറുക്കും, പ്രശ്നം ഉണ്ടാക്കും, മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിക്കും. ഇത് തന്നെ അവരിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. 40 വർഷം മരുഭൂമിയിലൂടെ 40 ദിവസം ചെല്ലേണ്ടുന്ന യാത്ര 40 വർഷം നീണ്ടു നിന്നപ്പോഴും എന്താണ് ഈ ജനം പഠിച്ചത്? ഇതിൽ നിന്നും നാം എന്താണ് പഠിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടോ? അതോ വീണ്ടും വീണ്ടും ദൈവത്തിനോട് അല്ലെങ്കിൽ എതിർത്ത് നിന്നുകൊണ്ട് പെറുപെറുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? മിസ്രൈമ്യർ പോലും യഹോവയുടെ ഇടപെടൽ അവിടെ മനസ്സിലാക്കുകയുണ്ടായി. പക്ഷെ ഇസ്രായേൽ ജനം എത്രത്തോളം മനസ്സിലാക്കി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം 14-ാമത്തെ അധ്യായം പുറപ്പാട് 14:25 നമ്മൾ വായിക്കുമ്പോൾ അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ മിസ്രൈമ്യർ പോലും മനസ്സിലാക്കിയ യഹോവയുടെ കരമാണ് ഈ യുദ്ധം ചെയ്യുന്നതെന്ന്. പക്ഷേ എത്രത്തോളം ഇസ്രായേൽ ജനം മനസ്സിലാക്കി എന്ന് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം വീണ്ടും വീണ്ടും അവർ അത് തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ശത്രുക്കൾക്കെതിരെ ആയുധം എടുക്കാതെ തന്നെ ദൈവത്തിന് തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ കഴിയും. ദൈവം ശക്തനാണ് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ പുറപ്പാട് 14:24 മുതൽ 28 ഇപ്പോൾ വായിച്ച ആ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മിസ്രൈം സൈന്യത്തെ ചെങ്കടലിൽ എങ്ങനെയാണ് മുക്കി കൊന്നത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകം 10:11 നമ്മൾ മനപ്പാഠവാക്യത്തിൽ കണ്ട ആ ഭാഗം ശരിക്കും യഹോവയായ ദൈവം കനാന്യർക്കെതിരായി കന്മഴ പെയ്തതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ വായിച്ചു കടന്നലിനെ കൊണ്ട് യഹോവയായ ദൈവം കനാൻ ദേശത്തിന് വലിയൊരു ന്യായവിധി നടത്തുന്നത് കാണാം. 2 രാജാക്കന്മാർ 1:9 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏലിയാവിനെ നിന്ദിച്ചവർ എന്ത് ചെയ്യാണ് അവിടെ നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നിസ്സാരം എലീശയെ കളിയാക്കിയ ആ 42 കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പെൺകഴുത 2 പെൺകരടികൾ കാട്ടിൽ നിന്നും വന്നിട്ട് അല്ലെ. അപ്പൊ എത്രത്തോളം ദൈവത്തിന്റെ മക്കളെ നിന്ദിക്കുന്ന, ദൈവത്തിനോട് എതിർത്ത് നിൽക്കുന്ന ഓരോ സംഘർഷങ്ങളിലും ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2 രാജാക്കന്മാർ 2:23 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ 2 പെൺകരടികളുടെ കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഇനി 2 രാജാക്കന്മാർ 6:14 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സിറിയൻ സൈന്യത്തെ അന്ധമാക്കുകയാണ്. അവരുടെ സൈന്യത്തെ മുഴുവൻ അന്ധമാക്കി അല്ലെ. അവിടെ എന്ത് ചെയ്യാണ്? ചില ഭാഗങ്ങൾ അവർ തമ്മിൽ കുത്തിച്ചാകുന്ന അല്ലെ. ഗിദിയോന്റെ ആ ഭാഗത്ത് കാണുമ്പോൾ ഒക്കെ എന്താണ് തമ്മിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചാകുന്ന യുദ്ധങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ വളരെ വൈവിധ്യമാർന്ന യുദ്ധങ്ങളാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. 2 ദിനവൃത്താന്തം 20:15 മുതൽ 17, 22 മുതൽ 24 വരെ നമ്മൾ വായിക്കുമ്പോൾ അവൻ അമ്മോന്യരെയും മോവാബ്യരെയും പരസ്പരം
അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരസ്പരം അവരെ പോരടി, ശത്രുക്കൾ ഒന്നടങ്കം അവർ തന്നെ പരസ്പരം കുത്തി ചാകുന്ന ഒരു യുദ്ധം നമ്മളവിടെ കാണുന്നു. പിന്നെ നമുക്ക് 2 രാജാക്കന്മാർ 19:35 ഏകദേശം 1,85,000 അസീറിയക്കാരെ ദൈവം യഹോവ തന്നെ നേരിട്ട് അവിടെ യുദ്ധത്തിൽ ഇറങ്ങി ആ രാത്രിയിൽ, ഒരു രാത്രി കൊണ്ട് തന്നെ അശേഷം ദൂതൻ ഇറങ്ങി നശിപ്പിക്കുന്നതും. പിന്നെ നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 12:21 മുതൽ 23 വരെ നമ്മൾ വായിക്കുമ്പോൾ അവൻ ഹെരോദാവിനൊരു മാരകമായ രോഗം, അല്ലെ, അവിടെ യാക്കോബിനെ ഹെരോദാവ് എന്ത് ചെയ്യാണ്, കൊല്ലുകയാണ്. അത് യഹൂദന്മാർക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, പ്രിയമായതുകൊണ്ട് ഇവിടെ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതും, പിന്നീട് എന്ത് ചെയ്യാണ്, ഹെരോദാവ് അങ്ങനെ വളരെ പ്രൗഢിയോടെ ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ വലിയൊരു പ്രഭാഷണമൊക്കെ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, അവന് മാരകമായ രോഗം പിടിച്ചിട്ട് അവൻ മരിച്ചു പോകുന്നു. അവൻ ക്രമിച്ചു പോയി എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ അനവധിയായ യുദ്ധങ്ങളിൽ യഹോവയായ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് തൻ്റെ ജനത്തെ വിടുവിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ യോശുവയുടെ പുസ്തകം എന്ന് പറയുന്നതാണ് യഹോവയായ ദൈവം, രക്ഷിക്കുന്ന ദൈവം എന്ന അർത്ഥമുള്ള യോശുവയുടെ പുസ്തകത്തിലുടനീളം ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ നന്മയും തിന്മയും തമ്മിലുള്ള വൻ പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദൈവം നമുക്ക് വേണ്ടി പോരാടുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. രണ്ടാമത്തെ മികച്ച ഓപ്ഷൻ. അപ്പം രണ്ടാമത്തെ മികച്ച ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പോരാടും. സോ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു, നമ്മൾ മിണ്ടാതിരിക്കാൻ ദൈവം പറഞ്ഞു. ദൈവം പല അവസരങ്ങളിലും പല ആവർത്തി തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തതായിട്ട് നമുക്കവിടെ കാണാം. സോ രണ്ടാമത്തെ മികച്ച ഓപ്ഷൻ എന്തായിരുന്നു? നമുക്ക് പുറപ്പാട് 17:7 മുതൽ 13 വരെയുള്ള ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ജനത്തിന് എങ്ങനെയാണ് ആദ്യമായിട്ട് യുദ്ധം നേരിടേണ്ടി വന്നത്. ശരിക്കും യുദ്ധം ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ 17:7 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും, സോ എന്തുകൊണ്ടാണ് യുദ്ധം വന്നത്? ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുക നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ്സ അല്ലെങ്കിൽ പരീക്ഷ എന്നും മെരീബ കലഹം എന്നും അവിടെ പേരിടുകയാണ്. സോ എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് യുദ്ധം നേരിടേണ്ടി വന്നത്? അവരിങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ. എന്താണ്? യഹോവ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ? മേഘസ്തംഭം, അല്ലേ, രാത്രി അഗ്നി തൂണായും പകലിൽ മേഘസ്തംഭമായിട്ടും അവരുടെ കൂടെ നടന്നിട്ടും ഇവിടെ ജനം ചോദിക്കുകയാണ് നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ. സോ യഹോവ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയിച്ചു കൊടുക്കാനും കൂടെയാണ് ഇവിടെ രഫീദീമിൽ വെച്ച് 8-ാമത്തെ വാക്യം, രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശെ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിന് മുകളിൽ കയറി. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവനൊരു കല്ലെടുത്ത് വെച്ചു. അവൻ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു എന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഒരു വലിയൊരു യുദ്ധം. ആദ്യമായിട്ട് ഇസ്രായേൽ ജനം അടിമത്വം കഴിഞ്ഞ് ഇത്രയും നാളും ഇഷ്ടിക ഉണ്ടാക്കിയാൽ മാത്രം മതിയായിരുന്നു, പിന്നെ മിസ്രൈമ്യരുടെ ചാട്ടവാറ് മാത്രം കൊണ്ടാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വലിയൊരു യുദ്ധം അവർ വിറ്റ്നസ് ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാം. ചോദിച്ചു വാങ്ങിച്ചതായിരുന്നു, തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങിച്ചതായിരുന്നു ഈ യുദ്ധത്തിൻ്റെ അനുഭവം. അവിടെ ദൈവം ഇടപെട്ടു, തീർച്ചയായിട്ടും ഇടപെട്ടു. പക്ഷെ അവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു, അല്ലേ? അല്ലെങ്കിൽ അവർ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ശരീരം ഒന്നും ഇളക്കാതെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ യഹോവ എന്ത് ചെയ്തു? മിസ്രയീം രാജാവിൽ നിന്നും ഫറവോന്റെ കയ്യിൽ നിന്നും പുഷ്പം പോലെ അവരെന്ത് ചെയ്തു,
അല്ലെ, ഒരു കേടുപാടും കൂടാതെ അവരെ ദൈവം ചെങ്കടലിൻ്റെ ഇപ്പുറത്ത് എത്തിച്ചപ്പോൾ അവർക്ക് മതിയായിരുന്നില്ല. യഹോവ ഉണ്ടോ, നമ്മുടെ കൂടെ ഉണ്ടോ എന്നായിരുന്നു അവരുടെ ചോദ്യം. ആ കലഹം കാരണം ദൈവം ഒരു യുദ്ധം നേരിടുവാൻ അവരെ അനുവദിക്കുകയാണ് ചെയ്തത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ഈ യുദ്ധവും യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 20 വരെ നമ്മൾ വായിക്കുമ്പോൾ എരീഹോ പട്ടണത്തെ കീഴടക്കുന്ന ആ യുദ്ധവും തമ്മിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും എന്താണ്, ആ മനുഷ്യൻ്റെ ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ മനുഷ്യൻ്റെ യാതൊരു ഭാഗവും പങ്കും ഇല്ലാതെ തന്നെ ദൈവത്തിന്, യുദ്ധവീരനായ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നേനെ. പക്ഷേ മനുഷ്യർക്കും അവരുടെ പങ്ക് ചെയ്യേണ്ടതായിട്ട് വന്നു, അല്ലെ. മോശയ്ക്ക് കൈ ഉയർത്തി നിൽക്കേണ്ടി വന്നു. മോശയുടെ കൈ താഴുന്തോറും അമാലേക്യർ ജയിച്ചുകൊണ്ടിരുന്നു. മോശയുടെ കൈ ഉയരുന്തോറും ഇസ്രായേലിയർ ജയിച്ചുകൊണ്ടിരുന്നു. അവിടെ വലിയൊരു പങ്ക് ഇസ്രായേൽ ജനതയ്ക്ക് വഹിക്കേണ്ടി വന്നു. അതാണ് രണ്ടാമത്തെ ഒരു മികച്ച ഓപ്ഷൻ. നിങ്ങളും കൂടെ കുറച്ച് ജോലി ചെയ്യേണ്ടി വരും, കുറച്ചൊക്കെ ശരീരം ഇളക്കേണ്ടി വന്ന ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണാം. പക്ഷേ യോശുവയുടെ പുസ്തകം എരീഹോ പട്ടണത്തിൻ്റെ ആ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. പിന്നെ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തിൻ്റെ ക്ഷമ ഒന്ന് ദൈവം അവിടെ പരീക്ഷിക്കുന്നു, ഒന്ന് ഉരച്ച് നോക്കുന്നുണ്ട്, അല്ലേ. എന്താണ്, ഓരോ ദിവസവും 7 ദിവസങ്ങൾ എന്ത് ചെയ്യണം? ആ പട്ടണത്തിന് ചുറ്റിനും ഒന്ന് നടക്കുക, മിണ്ടാതെ വന്ന് പാളയത്തിൽ മിണ്ടാതെ റെസ്റ്റ് എടുക്കുക, അടുത്ത ദിവസം വീണ്ടും പോവുക, ഒരു വട്ടം ചുറ്റിയിട്ട് എന്ത് ചെയ്യുക? മിണ്ടരുത്, ശബ്ദിക്കരുത്, മിണ്ടാതെ എന്ത് ചെയ്യണം? എന്തൊരു പ്രയാസമായിരുന്നിരിക്കും, അല്ലേ. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു, എന്തു കഷ്ടമാണ്. അപ്പോൾ അതുപോലെയായിരുന്നു ഈ ഇസ്രായേൽ ജനം. ഓരോ ദിവസവും ചെന്നിട്ട് എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം നടക്കും, വന്നിരിക്കും, ഒരു പ്രാവശ്യം നടക്കും, അല്ലെ. ഓരോ ദിവസവും നടന്ന ശേഷം വീണ്ടും വന്ന് വിശ്രമിക്കും. 7-ാം ദിവസം ദൈവം എന്തു പറഞ്ഞു? ഇപ്പൊ സമയമായി. 7 പ്രാവശ്യം ചുറ്റി നടക്കും, മൊത്തം 13 പ്രാവശ്യം. 13-ാമത്തെ പ്രാവശ്യം എന്തു പറഞ്ഞു? കാഹളമൂതി അവരെന്ത് ചെയ്തു? ആർപ്പിട്ടു, അല്ലെ. അവർ ആർപ്പിട്ടപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ആ വലിയ എരീഹോ മതിൽ, ദ ഫോർട്ടിഫൈഡ് സിറ്റി എന്നാണ് എരീഹോ പട്ടണത്തിന് പറഞ്ഞത്. ഏകദേശം ഡബിൾ ഫോർട്രസ് അല്ലെങ്കിൽ 2 ലെയറായിട്ടുള്ള ചുവരാണ്, മതിലാണ് ഈ എരീഹോ മതിൽ എന്ന് പറയുന്നത്. അത്ര പ്രയാസമേറിയ സാധാരണ ഒരു സൈന്യത്തിന് പോലും അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല, നശിപ്പിക്കാൻ സാധിക്കില്ല. അത്രമാത്രം വെൽ സെക്യൂർഡ് സിറ്റി ആയിരുന്നു എരീഹോ പട്ടണം. അങ്ങനെ ഒരു സിറ്റിയുടെ ചുറ്റും ജസ്റ്റ്, അല്ലെ, വളരെ സിമ്പിളായിട്ട് വേറെ ഒന്നും അവർ ചെയ്തില്ല, ജസ്റ്റ് നടന്നു മാത്രമേ ഉള്ളൂ, അല്ലെ. ദൈവത്തെ സ്തുതിച്ചു, അവർ ആർപ്പിട്ടു, ദൈവത്തിന് സ്തുതി കരയറ്റിയ ഉടനെ എന്ത് ചെയ്തു? ആ പട്ടണം, ആ ചുവരെന്ത് ചെയ്തു? തകർന്നു വീണതായിട്ട്. ഇതൊക്കെ ഈ ഇസ്രായേൽ ജനതയ്ക്ക് യഹോവ അവരുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നവർ മനസ്സിലാക്കുവാൻ യഹോവ തന്നെ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. സോ ഈ ഭാഗങ്ങളിലുടനീളം ദൈവം എന്ത് ചെയ്യാണ്? ഈ ജനതയ്ക്ക്, ഈ കനാൻ ജനതയ്ക്കും ഇതൊരു അടയാളമാണ്, അല്ലെ. നോഹയുടെ കാലം നമ്മൾ പരിശോധിക്കുമ്പോഴും നോഹ 120 വർഷം അവരോട് എന്ത് ചെയ്യാണ്? ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ശരിക്കും 120 വർഷമാണോ അവസരം കിട്ടിയത്? മെതുശല എന്ന് പറയുന്നത് ഹാനോക്കിന്റെ മകനായ മെതുശല 969 വർഷം ജീവിച്ചിരുന്ന മെതുശലയുടെ പേര് എന്ന് പറഞ്ഞാൽ ഇവൻ മരിക്കുമ്പോൾ അത് വരും. അപ്പോൾ മെതുശല എന്ന വാക്കിൽ തന്നെ ഈ പ്രളയം ഉണ്ടാകുമെന്നും വലിയൊരു നാശം ഉണ്ടാകുമെന്നുള്ള വലിയൊരു ദൂതാണ് ദൈവം അവർക്ക് നൽകിയിരുന്നത്. ശരിക്കും 120 വർഷം ആയിരുന്നില്ല അവർക്ക് കൃപയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ മെതുശല ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഏകദേശം 1000-ന് പുറത്ത്, അല്ലെ, അവർക്ക് അവസരം, അത്രയും വർഷം അവർക്ക് അവസരം ദൈവം കൊടുത്തിരുന്നു. ദൈവം അത്ര മഹാകരുണയുള്ള, ദയുള്ള ദൈവമാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ എരീഹോ പട്ടണത്തിൽ, അല്ലെ, ആ റാഹാബിന്റെ വായിൽ നിന്നും വന്നതായ ആ ദൈവത്തിന്റെ ആ ഒരു സാക്ഷ്യം. സോ ആ എരീഹോ പട്ടണം മനസ്സിലാക്കിയിരുന്നു യഹോവയുടെ ശക്തി. അവരെ യഹോവയിൽ ഭരം ഏൽപ്പിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നാശം, അല്ലെ, നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നു. യോശുവ 6:21 ഇങ്ങനെ പറയുന്നു: പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ആട്, മാട്, കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിന്റെ വായ്ത്തലയാൽ അശേഷം സംഹരിച്ചു എന്നവിടെ കാണാം. നമുക്ക് സോദോം ഗോമോറയുടെ കാര്യം നോക്കുമ്പോഴും ഈ കനാന്യരുടെ കാര്യങ്ങൾ നോക്കുമ്പോഴും ദൈവം അവർക്ക് കൃപ കാണിച്ചു. പക്ഷെ അവർ കൃപയുടെ അതിരുകൾ ലംഘിച്ചതായിട്ടും സാത്താന്റെ പക്ഷക്കാരായി തീർന്നതായിട്ടും അതുകൊണ്ടാണ് അവർക്ക് അവിടെ നാശം, അവർ വിളിച്ചു വരുത്തിയ നാശമായിരുന്നു ഇവയൊക്കെയും എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
സോ കനാന്യർക്ക് വേണമെങ്കിൽ ഈ ഗിബയോന്യർ ചെയ്തതുപോലെ അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അല്ലേ. അവർക്ക് വേണമെങ്കിൽ ദൈവത്തിൽ സമർപ്പിച്ച് ശരി അവരുടെ ആലയത്തിൽ വെള്ളം കോരുന്നവരായിട്ടോ വിറക് വെട്ടുന്നവരായിട്ടോ എങ്കിലും വേണമെങ്കിൽ അവർക്ക് ജീവിക്കാമായിരുന്നേനെ. ദൈവത്തിൻ്റെ കൃപ അവർക്ക് ഉണ്ടാകുമായിരുന്നേനെ. പക്ഷേ അവരെന്ത് ചെയ്തു? നന്മ തിരഞ്ഞെടുക്കുന്നതിന് പകരം തിന്മ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്നതിന് പകരം, ദൈവത്തെ അംഗീകരിക്കുന്നതിന് പകരം, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തെ എതിർത്ത് നിന്ന സാത്താനോടുകൂടെ അവർ പക്ഷം ചേർന്ന് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു വലിയ നാശം സംഭവിച്ചതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും. പുരുഷൻ, സ്ത്രീ, ബാലൻ, വൃദ്ധൻ, ഇതൊക്കെ നശിച്ചു പോകുന്നത്, ആരും നശിച്ചു പോകുന്നത് ദൈവത്തിൻ്റെ ഹിതം അല്ല അല്ലേ. യോഹന്നാന്റെ പുസ്തകം 3:16 പറയുന്നത് പോലെ ദൈവം അത്രത്തോളം ലോകത്തെ സ്നേഹിച്ചിരിക്കുകയാണ്. ഒരു ആത്മാവ് പോലും, ഒരാൾ പോലും നശിച്ചു പോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല. സോ അവരെല്ലാവരും രണ്ടാം മരണത്തിന് അല്ലെങ്കിൽ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു. ഇവിടെ ജീവിതം ദീർഘിപ്പിക്കുന്നത് അവരുടെ അന്തിമ വിധിയെ മാറ്റില്ല. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അല്ലെങ്കിൽ കാനാൻ പിടിച്ചടക്കിയപ്പോൾ ഇസ്രായേലിനെ കൂട്ടക്കൊലയിൽ സജീവമായി പങ്കെടുക്കാൻ ദൈവം അനുവദിച്ചു. ഇവിടെയൊക്കെയും ദൈവം അവരെ പഠിപ്പിച്ച പാഠം നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ ആ കഴിവിനെയാണ് ദൈവം അവിടെ വർദ്ധിപ്പിക്കുന്നത്. ദൈവപക്ഷത്താണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സാത്താൻ്റെ പക്ഷ ആയിരുന്നാൽ തീർച്ചയായിട്ടും അവർ യുദ്ധത്തിൽ പരാജയപ്പെടും എന്നുള്ളത് അവരെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു ഈ യുദ്ധത്തിലുടനീളം. സോ ദൈവം പദ്ധതി ഇട്ടതുപോലെ എന്തുകൊണ്ട് അവർക്ക് സ്വയം ചെയ്തുകൂടാ? അവരുടെ വിശ്വാസം കാരണമാണ് യഹോവ നമ്മുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ യുദ്ധങ്ങളൊക്കെയും അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ യുദ്ധത്തിൽ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാം? ദൈവത്തിൽ ആ ഭൗമികമായിട്ട് അല്ലെ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അവർക്ക് വളരാൻ അവസരങ്ങൾ ലഭിച്ചു. ദൈവത്തിൻ്റെ ആ ഒരു സഹായത്തിൽ നിരുപാധികമായ വിശ്വാസം വളർത്തിയെടുക്കുവാനും അവർക്ക് സാധിച്ചു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാം. സോ നമ്മുടെ ജീവിതത്തിൽ മസ്സ അല്ലെങ്കിൽ മെരീബ അവരുടെ അവസ്ഥയാണോ? പരീക്ഷ അല്ലെങ്കിൽ കലഹം, കലഹത്തിൻ്റെ അവസ്ഥയിലാണോ നാം കടന്നു പോകുന്നത്? സോ നമ്മൾ ഏത് പക്ഷം തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഈ ഭാഗത്തിലും ഈ സംഘട്ടനത്തിലുടനീളം, സായുധ സംഘട്ടനത്തിലുടനീളം ഇസ്രായേലിന് ദൈവം മനസ്സിലാക്കി കൊടുത്തത് ഒരു പാഠം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിനൊടുവിൽ നന്മയ്ക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാകും. രക്ഷാപദ്ധതിയുടെ ഭാഗമായി ദൈവത്തിൻ്റെ ജനം വിടുവിക്കപ്പെടും. സാത്താന് അവൻ്റെ അന്ത്യം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന വലിയൊരു പാഠമാണ് നമ്മൾ ഈ പാഠത്തിലുടനീളം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ഭാഗത്തിലേക്ക്, കൂടുതൽ ചിന്തയ്ക്കുള്ള ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മിസസ് വൈറ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ദ ഗ്രേറ്റസ്റ്റ് ബാറ്റിൽ എവർ ഫോട്ട് ഇസ് ദ ബാറ്റിൽ ഓഫ് ദ സെൽഫ്. നമ്മുടെ സ്വയവുമായിട്ടുള്ള യുദ്ധമാണ് ഈ ലോകത്തിലും വച്ച് ഏറ്റവും വലിയ യുദ്ധം. നമ്മുടെ സ്വയത്തെ കീഴടക്കുക, നമ്മുടെ സ്വയത്തെ ത്യജിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസമേറിയ യുദ്ധം. സാത്താനെ പോലും ചിലപ്പോൾ നമുക്ക് ജയിക്കാൻ സാധിക്കും. പക്ഷേ എന്നെ ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ യുദ്ധം, ഞാൻ എന്ന ഭാവം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഐ ഡൈ ഡെയിലി, ഞാൻ എന്നും മരിക്കണം, ക്രിസ്തു എന്നിൽ ഉയർത്തെഴുന്നേൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നന്മയും തിന്മയും തമ്മിലുള്ള ഈ വലിയൊരു പോരാട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ജയാളിയായി മാറുവാൻ സാധിക്കുകയുള്ളൂ. മിസസ് വൈറ്റ് സംഘർഷവും ധൈര്യവും ഏപ്രിൽ 21 ഈ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എല്ലാ ദിവസവും പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്, നടക്കേണ്ടതായിട്ടുണ്ട്. ഇരുട്ടിൻ്റെ രാജകുമാരനും നമ്മൾ ഈ പാഠത്തിലുടനീളം നമ്മൾ പഠിച്ചതായിട്ടുള്ള സൈന്യങ്ങളുടെ അധിപതി, സൈന്യങ്ങളുടെ രാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ യേശു ക്രിസ്തുവാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇരുട്ടിൻ്റെ രാജകുമാരൻ സാത്താനാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. സോ ഇരുട്ടിൻ്റെ രാജകുമാരനും ജീവന്റെ രാജകുമാരനും തമ്മിൽ ഓരോ ആത്മാവിനുമെതിരെ ഒരു വലിയ യുദ്ധം നടക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിനിധികളായി നിങ്ങൾ അവന് കീഴടങ്ങണം. അങ്ങനെ അവൻ നിങ്ങളുടെ സഹകരണത്തോടെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ആസൂത്രണം ചെയ്യുകയും നയിക്കുകയും പോരാടുകയും ചെയ്യും. ജീവന്റെ രാജകുമാരനാണ് അവൻ്റെ പ്രവൃത്തിയുടെ തലപ്പത്ത്. നിങ്ങൾ തത്വത്തിൽ സത്യസന്ധരായിരിക്കേണ്ടതിന് സ്വയവുമായുള്ള നിങ്ങളുടെ ദൈനംദിന പോരാട്ടത്തിൽ
അവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകണം. ആധിപത്യത്തിനായി പോരാടുമ്പോൾ ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങൾ കീഴടക്കപ്പെടേണ്ടതിന്, നമ്മെ സ്നേഹിച്ചവനിലൂടെ നിങ്ങൾ കൂടുതൽ വിജയികളാകേണ്ടതിന് തന്നെ എന്ന് ഇവിടെ ഒരു ഭാഗം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സോ ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ എല്ലാ സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും പോരാട്ടങ്ങളിലും തീർച്ചയായിട്ടും നാം ദൈവത്തിൻ്റെ പങ്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, അല്ലെ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ എന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ രക്ഷയെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ യുദ്ധങ്ങളിലും യഹോവ തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന വലിയൊരു പാഠം നാം ഇവിടെ പഠിക്കുകയുണ്ടായി. നമ്മൾ ചെയ്യേണ്ടത് ഇതുമാത്രം: വിശ്വസിക്കുക, ആശ്രയിക്കുക, ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക, അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ച വലിയ വിലയേറിയ സത്യം എന്ന് പറയുന്നത്. ദാനിയേൽ ചെയ്തതുപോലെ, യോശുവ ചെയ്തതുപോലെ, മോശെ ചെയ്തതുപോലെ, അബ്രഹാം ചെയ്തതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന ആരാഞ്ഞ് ദൈവം എന്താണ് അവരോട് പറയാൻ പോകുന്നത് എന്ന് ക്ഷമയോടെ കേട്ട് അതിനനുസരിച്ച് അതിൽ യോശുവയുടെ പുസ്തകം 1:9 നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ദൈവം പറഞ്ഞ പ്രമാണത്തിൻ പ്രകാരം, കൽപ്പന പ്രകാരം നടക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എൻ്റെ പോരാട്ടത്തിലും നിങ്ങളുടെ പോരാട്ടത്തിലും യഹോവയായ ദൈവം തൻ്റെ ബലത്ത കരം കൊണ്ട്, ഭുജം കൊണ്ട് നമ്മളെ വിടുവിക്കും എന്നുള്ളതിൽ ഏതൊരു ഫറവോൻ്റെയും ഏതൊരു ശക്തിയുടെയും കരത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവം അതിനായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞങ്ങളെ അധിക വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പോൾ ഈ വലിയ നന്മയും തിന്മയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൻ്റെ നടുവിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മിഖായേലിനെ ഞങ്ങളുടെ ജീവിതത്തിൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾക്ക് ശക്തിയില്ല. ഞങ്ങളെ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണമേ. പലപ്പോഴും ഞങ്ങൾ തളർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങിൽ ആശ്രയിപ്പാനും അങ്ങിൽ വിശ്വസിപ്പാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അവിശ്വാസത്തിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുന്ന ജനമായിരിക്കാതെ വണ്ണം അങ്ങേ വിശ്വസിക്കുന്ന ജനമായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ തെറ്റുകുറ്റങ്ങളും പാകപ്പിഴകളും ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യണമേ. ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കണം, വഴി നടത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.